മുത്തൂറ്റ് പോൾ ജോർജ് വധക്കേസിൽ ആദ്യ 9 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 10 മുതൽ 13 വരെയുള്ള പ്രതികൾക്ക് 3 വർഷം കഠിന തടവും 5000 രൂപ പിഴയും വിധിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ 14ാം പ്രതി അനീഷിനെ വെറുതെ വിട്ടു. തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. പോലീസ് നടത്തിയത് സത്യസന്ധമായ അന്വേഷണമായിരുന്നുവെന്ന് തെളിഞ്ഞതായി DGP വിൻസൻ എം പോൾ പ്രതികരിച്ചു. മുത്തൂറ്റ് പോളം ജോർജ് വധക്കേസിൽ കൃത്യം നടന്ന് 6 വർഷം പിന്നിട്ട ശേഷവും വിചാരണ നടപടികൾ ആരംഭിച്ച് 2.5 വർഷം പിന്നിട്ട ശേഷവുമാണ് ഏറെ നിർണായകമായ വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കൊലപാതകം, ഗൂഢാലോചന എന്നീ 2 കേസുകളാണ് മുത്തൂറ്റ് പോളം ജോർജ് വധക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇതിന്റെ വിചാരണയും വിധി പ്രസ്താവനയും രണ്ടായിട്ടായിരുന്നെങ്കിലും ശിക്ഷ ഒരുമിച്ചാണ് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി ജഡ്ജി R. രഘു പ്രഖ്യാപിച്ചത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ 1 മുതൽ 9 വരെയുള്ള പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 1ാം പ്രതി ജയചന്ദ്രന് 50,000 രൂപ പിഴയും 2 മുതൽ 9 വരെയുള്ള പ്രതികളായ കാരി സതീഷ്, സത്താർ, സുജിത്, ആകാശ് ശശിധരൻ, സതീഷ് കുമാർ, രാജീവ് കുമാർ, ഷിനോ പോൾ, ഫൈസൽ എന്നിവർക്ക് 55,000 രൂപയുമാണ് പിഴ. 10 മുതൽ 13 വരെയുള്ള പ്രതികളായ അബി, റിയാസ്, സിദ്ദിഖ്, ഇസ്മായിൽ എന്നിവർക്ക് 3 വർഷം കഠിന തടവും 5000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, സംഘം ചേരൽ എന്നിവയാണ് ആദ്യ 13 പ്രതികൾക്കെതിരെ തെളിഞ്ഞ കുറ്റങ്ങൾ. തെളിവുകളുടെ അഭാവത്തിൽ 14ാം പ്രതി അനീഷിനെ കോടതി വെറുതെ വിട്ടു. കൊട്ടേഷൻ കേസിൽ പ്രകാശ്, സുൽഫിക്കർ, സബീർ, ഹസൻ സന്തോഷ് എന്നിവർക്ക് 3 വർഷം തടവാണ് ശിക്ഷ ലഭിച്ചത്. 123 സാക്ഷികളെ വിസ്തരിക്കുകയും 153 രേഖകൾ സഹിതം CBI കുറ്റപത്രവും കേസിൽ സമർപ്പിച്ചിരുന്നു. പ്രതികൾ ഒരു കാരണവശാലും ദയ അർഹിക്കുന്നില്ലെന്നും മുത്തൂറ്റ് പോളം ജോർജിന്റെ കുടുംബം നഷ്ടപരിഹാരത്തിന് അർഹരാണെന്നും ജഡ്ജി R. രഘു നിരീക്ഷിച്ചു. എന്നാൽ നഷ്ടപരിഹാരം നൽകുന്നത് നിലവിലെ മുത്തൂറ്റ് കുടുംബത്തിന്റെ സ്ഥിതി വെച്ച് അവഹേളിക്കുന്നതിന് തുല്യമാകുമെന്നും കോടതി നിരീക്ഷിച്ചു. തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നിവയിൽ പ്രതികളായ 6 പേർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. 2009 ഓഗസ്റ്റ് 21-നാണ് മുത്തൂറ്റ് പോളം ജോർജ് ആലപ്പുഴ ചമ്പക്കുളത്ത് വെച്ച് ഗുണ്ടകളാൽ കൊല്ലപ്പെട്ടത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണ് ഒടുവിൽ CBIക്ക് വിട്ടത്. കൊലപാതകത്തിന് കാരണം ഗുണ്ടകളുമായുള്ള വാക്കുതർക്കമെന്നായിരുന്നു CBIയുടെയും കണ്ടെത്തൽ. എന്നാൽ എസ്കത്തി, ആസൂത്രിത കൊലപാതകം എന്നിവ ഉയർന്നു വന്നപ്പോൾ കേസ് ഏറെ കോളിളക്കമാണ് സംസ്ഥാനത്തുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കേരളം ഏറെ കാത്തിരുന്ന വിധി പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 150-ലേറെ സാക്ഷികളെ വിസ്തരിച്ച് 153 രേഖകൾ പരിശോധിച്ച ശേഷമാണ് പോളം ജോർജ് വധക്കേസിൽ CBI കോടതി നിർണായകമായ വിധി പ്രസ്താവിച്ചത്. എന്നാൽ വിധി പ്രസ്താവത്തിന് ശേഷവും സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും സംശയങ്ങളും അവശേഷിക്കുകയാണ്. നിയമകാര്യ ലേഖകൻ ആനന്ദിനും S. ഷീജയ്ക്കുമൊപ്പം CBI കോടതിയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. VSനെ വിമർശിച്ച വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയന്റെ മറുപടി. ചരിത്രം പഠിക്കേണ്ടത് വെള്ളാപ്പള്ളിയാണെന്നും VSനെ വെള്ളാപ്പള്ളി ചരിത്രം പഠിപ്പിക്കേണ്ടെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. VS ചരിത്രം പഠിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയാണ് പിണറായി വിമർശിച്ചത്. ശ്രീനാരായണ ദർശനങ്ങൾ പരിപാലിക്കേണ്ടവർ അത് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായും വിമർശനമുയരും. ശ്രീനാരായണ ദർശനത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ ശ്രീനാരായണ ധർമ്മം പരിപാലിക്കാൻ ബാധ്യതപ്പെട്ട സംഘടനയുടെ ആളുകൾ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായും വിമർശനമുയരും. ഇവിടെ ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ ഒരു ജാതിയുടെ പ്രതീകമാക്കി, ഗുരുവാക്കി നിർത്താനാണ് വെള്ളാപ്പള്ളിയും കൂട്ടരും ശ്രമിക്കുന്നത്. ആരെ? മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് പറഞ്ഞ ഗുരുവിനെ. ഞാൻ പണ്ടേ ജാതിയും മതവും ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്നെ ഇപ്പോഴും ചിലർ അതിന്റെ വക്താവാക്കി ചിത്രീകരിക്കാൻ നോക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പരസ്യമായി പറയുന്നത് എന്ന് പറഞ്ഞ ഗുരുവിനെ ആരാണ് ചരിത്രം പഠിക്കേണ്ടത്? ആരാണ് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കേണ്ടത്? അത് ചിന്തിച്ചാൽ മതി വെള്ളാപ്പള്ളി നടേശൻ. വിദ്യാഭ്യാസ കച്ചവടക്കാരാണ് സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി വാദിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. KK ശൈലജ ടീച്ചർ എഴുതിയ ചൈന രാഷ്ട്രം, രാഷ്ട്രീയം, കാഴ്ചകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചതിന് ശേഷമായിരുന്നു പിണറായിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളിക്കെതിരെ SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ. ശ്രീനാരായണ ധർമ്മങ്ങൾ അറിയാതെയാണ് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വത്തിൽ എത്തിയതെന്ന് ഗോപിനാഥൻ വിമർശിച്ചു. യോഗം ഗുരുധർമ്മത്തിൽ നിന്നും ബഹുദൂരം പിന്നോട്ട് പോയതായും പീപ്പിൾ ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരന് നൽകിയ അഭിമുഖത്തിൽ ഗോപിനാഥൻ വെളിപ്പെടുത്തി. ഗുരുധർമ്മത്തിൽ നിന്ന് SNDP യോഗം വ്യതിചലിച്ചു പോവുകയാണ്. ഇതിന് കാരണം വെള്ളാപ്പള്ളി നടേശനാണ്. തീരുമാനങ്ങൾ വെള്ളാപ്പള്ളി ഏകപക്ഷീയമായി നടപ്പാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡയറക്ടർ ബോർഡിൽ കൂട്ടായ ചർച്ചകളില്ല. അനഭിമതരായവരെ കായികമായി നേരിടുന്ന സമീപനമാണ് വെള്ളാപ്പള്ളിയുടേതെന്നും ഗോപിനാഥൻ ചൂണ്ടിക്കാട്ടി. യോഗത്തെ ഗുരുധർമ്മത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ബോർഡ് അംഗങ്ങൾ നിലപാടെടുക്കണം. 7-ാം തീയതി SNDP ഡയറക്ടർ ബോർഡ് യോഗം ചേരാനിരിക്കെയാണ് മുൻ ജനറൽ സെക്രട്ടറിയുടെ ആഹ്വാനം. അദ്ദേഹം വിചാരിച്ചത് ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു സ്ഥാപനമാണ്, അദ്ദേഹത്തിൻ്റെ
തോന്നിയതുപോലുള്ള കാര്യങ്ങൾ അതിനകത്ത് നടത്താം, തീരുമാനങ്ങൾ എടുക്കുന്നതിന് മറ്റാരോടും ആലോചിക്കേണ്ടതില്ല എന്നൊക്കെ ആയിരുന്നിരിക്കും അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയിലായിരുന്നു അദ്ദേഹം വന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. SNDP യോഗം ശ്രീനാരായണ ധർമ്മത്തിൽ നിന്നും ബഹുദൂരം പോയിരിക്കുന്നു. യോഗ നേതൃത്വം അതിന് പരസ്യമായി പ്രോത്സാഹനം നൽകുന്നതായിട്ടാണ് കാണുന്നത്. യോഗ നേതൃത്വത്തെ ഈ പോക്കിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുള്ള ചുമതല യോഗം ഡയറക്ടർമാർക്ക് ഉള്ളതാണ്. അവർ ആ ചുമതല നിറവേറ്റണം. SNDPയെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അടുപ്പിക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ നിലപാട് ശ്രീനാരായണീയർ അംഗീകരിക്കില്ല. വെള്ളാപ്പള്ളി ഏകാധിപതിയെപ്പോലെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പീപ്പിളിൽ ശനിയാഴ്ച രാത്രി 7:30 സംപ്രേഷണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംഘർഷം തുടരുന്ന കണ്ണൂരിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം സമാപിച്ചു. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും ജോഷില ചേരുന്നു. ജോഷില, സമമായ സാധ്യതകൾ ഒക്കെ തന്നെ ചർച്ചയായിട്ടുണ്ടോ? സമാധാനത്തിന് വേണ്ടിയുള്ള എന്തൊക്കെ ഫോർമുലകൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു? പ്രജീഷ്, കണ്ണൂരിൽ സമാധാന പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം ഇരുകക്ഷി സമാധാന യോഗത്തിൽ ഉണ്ടായി. അതായത് 5ലധികം കേസുകളിൽ പ്രതിയായാൽ കാപ്പ ചുമത്തും എന്നാണ് SP ഉണ്ണിരാജ യോഗത്തിൽ പറഞ്ഞത്. 5ലധികം കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെ കാപ്പ ചുമത്തിയാൽ രാഷ്ട്രീയ കക്ഷികൾ മറ്റ് ന്യായവാദങ്ങളുമായി മുന്നോട്ട് വരരുത് എന്നുള്ള അപേക്ഷയും അദ്ദേഹം യോഗത്തിൽ വെച്ചു. 169 കേന്ദ്രങ്ങളിൽ 5-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് 169 കേന്ദ്രങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ, ഘോഷയാത്രയ്ക്കായുള്ള അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഈ അപേക്ഷകളിൽ ഉള്ള തീരുമാനം, അതായത് ബാലഗോകുലത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ബാലസംഘത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ തരത്തിലുള്ള ഘോഷയാത്രകളുടെ അപേക്ഷകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ അപേക്ഷകൾ എങ്ങനെയാണ് കൃത്യമായ റൂട്ട് തിരിച്ച് ഏതൊക്കെ ഘോഷയാത്ര ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കണം എന്നുള്ള കൃത്യമായ റൂട്ട് തിരിച്ചുള്ള തീരുമാനം 3-ാം തീയതി ഓരോ സർക്കിളിലും CIമാരുടെ നേതൃത്വത്തിൽ അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകും. അതിനനുസരിച്ച് മാത്രമാണ് ഘോഷയാത്ര സംഘടിപ്പിക്കാൻ കഴിയുക. മാത്രമല്ല, ഇപ്പോൾ ആക്രമിച്ച് തകർക്കപ്പെട്ട വീടുകളിലുള്ളവർ മിക്കവാറും ജോഷില, കഴിക്കോട് മേഖലയിൽ വീടുകൾ തകർക്കുകയും അവിടെ ആക്രമണം അയച്ചുവിടുകയും ചെയ്ത 6 BJP പ്രവർത്തകരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശം കൂടി. അല്പസമയം മുൻപാണ് പ്രജീഷ് നീർക്കടവ് സ്വദേശികളായ 6 BJP പ്രവർത്തകരെ, അതായത് അഴീക്കോട് ഭാഗങ്ങളിൽ വീടുകൾ ആക്രമിച്ച 6 BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. വളപട്ടണം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. BJP പ്രവർത്തകരായ ശെൽവരാജ്, ബിജു, ബിജോയ്, ദിനേശ്, സുമിത്, ധനേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീടുകളിലൊക്കെ മിക്കവാറും പാവപ്പെട്ടവരുടെ വീടുകളാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിൽ ശുപാർശ ചെയ്യുമെന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട്. യെസ്, ജോഷിലെയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരഞ്ഞെടുപ്പ് നീട്ടണമെന്ന സർക്കാർ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. തീരുമാനമെടുക്കേണ്ടത് കമ്മീഷനാണ്. 3-ാം തീയതിക്കുള്ളിൽ കമ്മീഷൻ നിലപാട് അറിയിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഡിസംബർ 1-ന് പുതിയ ഭരണസമിതികൾ നിലവിൽ വരത്തക്ക വിധം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നീട്ടാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെയാണ് സർക്കാർ ഉപഹർജി സമർപ്പിച്ചത്. ഹർജി പരിഗണിച്ച കോടതി തെരഞ്ഞെടുപ്പ് നീട്ടാൻ അനുവദിക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ വിസമ്മതിച്ചു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വ്യക്തത വരുത്തേണ്ടതെന്നും തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ കമ്മീഷന് സ്വതന്ത്രാധികാരം നൽകിയിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കി. സമയം നീട്ടി നൽകണമെന്ന ആവശ്യം കോടതി നേരത്തെ നിരസിച്ചതാണെന്നും ഈ ഉത്തരവ് പുനഃപരിശോധിക്കാനാണ് സർക്കാർ ശ്രമമെന്നും കേസിൽ എതിർകക്ഷികൾ ആരോപിച്ചു. സർക്കാരിൻ്റെ ഉപഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും എതിർകക്ഷികൾ വാദിച്ചു. എന്നാൽ സർക്കാർ കോടതിയിൽ ഹാജരാക്കിയ സമയക്രമത്തെ പിന്തുണയ്ക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ കോടതി തെരഞ്ഞെടുപ്പ് നീട്ടാൻ അനുവദിക്കണമെന്ന സർക്കാർ ആവശ്യത്തിന്മേൽ കമ്മീഷനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. ഈ മാസം 3-ന് മുൻപായി സത്യവാങ്മൂലം സമർപ്പിക്കാനും കമ്മീഷനോട് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളികൾ സംയുക്തമായി നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളം ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും നാളെ സ്തംഭിക്കുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിക്കുന്ന പണിമുടക്കിൽ വ്യവസായ, ഗതാഗത, വാണിജ്യ, വ്യാപാര മേഖലകൾ പൂർണ്ണമായും സ്തംഭിക്കും. റെയിൽ, കൽക്കരി, തുറമുഖം, റിഫൈനറികൾ തുടങ്ങി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. INTUC, AITUC, CITU തുടങ്ങി 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത മുന്നണിയാണ് പണി നിർത്തിക്കൊണ്ടുള്ള സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന തൊഴിൽ നിയമ പരിഷ്കരണം നിർത്തലാക്കുക,
എല്ലാ തൊഴിലാളികൾക്കും കുറഞ്ഞ പ്രതിമാസ കൂലി 15,000 നിജപ്പെടുത്തുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങി 12 ആവശ്യങ്ങളാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ ചർച്ചകൾ കേന്ദ്ര സർക്കാരുമായി നടത്തിയിരുന്നെങ്കിലും തൊഴിലാളികൾക്ക് അനുകൂലമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് CITU ദേശീയ അധ്യക്ഷൻ AK പത്മനാഭൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ ബാങ്കിംഗ് മേഖലയിൽ, ഇൻഷുറൻസ് മേഖലയിൽ, ടെലികോം മേഖലയിൽ, ഡിഫൻസ് മേഖലയിലുള്ള സംഘടനകളുമായിട്ട് അവരെല്ലാവരും തന്നെ ഈ പണിമുടക്കുമായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് കരുതുന്നത്. 1.5 വർഷം പിന്നിടുന്ന മോദി സർക്കാർ നേരിടുന്ന ആദ്യ ദേശീയ പണിമുടക്കാണ് നാളത്തേത്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ രാജ്യത്ത് സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ പ്രവർത്തിക്കില്ല. അതേസമയം പണിമുടക്കിന്റെ പ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്ത BJP അനുകൂല തൊഴിലാളി സംഘടനയായ BMS നാളത്തെ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ നാട്ടുകൂട്ടം ബലാത്സംഗം ചെയ്യാൻ ഉത്തരവിട്ട പെൺകുട്ടികൾ രക്ഷ തേടി ദില്ലിയിലെത്തി. അന്യജാതിക്കാരെ വിവാഹം കഴിച്ച യുവാവിന്റെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്യാൻ ഉത്തരവിട്ട നാട്ടുകൂട്ടത്തിന്റെ നടപടി വാർത്തയായിരുന്നു. അതേസമയം ഇത്ര ക്രൂരമായ സംഭവമായിട്ടും നടപടി സ്വീകരിക്കാത്ത ഇന്ത്യയുടെ നിലപാടിനെ ലോകമാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുകയാണ്. എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഹീന സംഭവങ്ങളാണ് UPയിലെ മീററ്റിൽ അരങ്ങേറിയത്. ഉയർന്ന ജാതിക്കാരിയെ മീററ്റിലെ യുവാവ് വിവാഹം ചെയ്തു. ഇതിന് ശിക്ഷയായി നാട്ടുകൂട്ടം യുവാവിന്റെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്യാനും പൊതുവഴിയിലൂടെ നഗ്നരാക്കി നടത്താനുമാണ് ഉത്തരവിട്ടത്. സംഭവം നടന്ന് 1 മാസമായിട്ടും അധികൃതർ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. धमकी ये बोलते थे कि इज्जत के बदले इज्जत, जैसा हमारे के साथ हुआ है ऐसा ही हम तुम्हारे के साथ कर देंगे, क्योंकि तेरे घर में भी 2 लड़कियां हैं, तो हम तेरी दोनों लड़कियों के साथ बलात्कार कर देंगे. ഇത്ര ക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ടും നടപടികൾ സ്വീകരിക്കാത്ത ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനമാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ നടത്തുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകർ ഇടപെട്ട് 25,000-ഓളം പേരുടെ ഒപ്പ് സമ്പാദിച്ച് UP മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന് പരാതി സമർപ്പിച്ചു. എന്നിട്ടും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്ന മട്ടിലാണ് പോലീസിന്റെ പ്രതികരണം. നടപടിയെടുക്കാൻ വേണ്ടത്ര തെളിവില്ലെന്നാണ് പോലീസ് ഭാഷ്യം. Millions of supporters have written to the Chief Minister. We've signed thousands of petitions. We've had 25,000 signatures on our petition asking the Chief Minister to ensure that the family members are given safety and security. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടികളുടെ വീട്ടിലെത്തിയ മീററ്റ് പോലീസ് ഇവരോട് ഈ പരാതി പിൻവലിക്കണമെന്നും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പരാതിയുടെ പകർപ്പുകൾ നൽകാനും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. 7 or 8 days back, somebody who claimed to be from Bagpat police came to their house and asked for the copy of the petition. And while he was going, he told them that you don't pursue this case, otherwise it may so happen that you will be involved in a case of rape. തുടർന്ന് ജീവരക്ഷാർത്ഥം പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് മാറി ദില്ലിയിലെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം എടുത്തു പറയുന്ന രാജ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ തലകുനിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴയിൽ വീണ്ടും കടലാക്രമണം. മണിക്കൂറുകളായി തുടരുന്ന കടലാക്രമണത്തിൽ ആയിരക്കണക്കിന് പേർ ദുരിതത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലകളിൽ വ്യാപകമായ കടലാക്രമണം. 10 മണിക്കൂറിലധികമായി തുടരുന്ന കടലാക്രമണത്തിൽ 2000-ലധികം വീടുകളിൽ വെള്ളം കയറി. മിക്ക പ്രദേശങ്ങളിലും കടൽ 100-200 മീറ്ററുകളോളം കടലിലേക്ക് പിൻവലിഞ്ഞ ശേഷമാണ് കരയിലേക്ക് അടിച്ചു കയറിയത്. ജില്ലയിലെ 110 കിലോമീറ്റർ തീരദേശ മേഖല കടൽക്ഷോഭത്തിലാണ്. 500 മീറ്റർ വരെ കടൽ കരയിലേക്ക് അടിച്ചു കയറി. കടൽഭിത്തിയില്ലാത്ത പ്രദേശങ്ങളിലാണ് കൂടുതലും നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച തീരദേശവാസികൾ പുറക്കാട് പഞ്ചായത്തിൽ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അമ്പലപ്പുഴ MLA G. സുധാകരൻ കലക്ടറുടെ ചേംബറിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയെങ്കിലും മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടാത്തതാണ് വീണ്ടും തീരദേശ മേഖല ദുരിതത്തിലാകാൻ കാരണം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജൈവകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രോ ബാഗുകൾ വിതരണം ചെയ്യുന്ന പ്രവർത്തനം വ്യാപകമാക്കുന്നു. കൃഷി വകുപ്പുമായി ചേർന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ജൈവകൃഷി വീടുകളിൽ സജീവമാക്കാൻ മുൻകൈ എടുക്കുന്നത്. പാലക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ആവശ്യക്കാർക്ക് ഗ്രോ ബാഗ് എത്തിച്ചു നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ജൈവവളക്കൂട്ടുകളാൽ സമ്പുഷ്ടമായ ഗ്രോ ബാഗിന് ആവശ്യക്കാർ ഏറി വരികയാണ്. നഗരങ്ങളിൽ മട്ടുപ്പാവ് കൃഷിക്ക് ഗ്രോ ബാഗ് ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഗ്രാമീണ മേഖലയിൽ ഇത് വലിയ പ്രചാരം നേടിയിരുന്നില്ല. എന്നാൽ ജൈവകൃഷി വ്യാപനം വീടുകളിൽ ഗ്രോ ബാഗ് ഉപയോഗിച്ചുള്ള കൃഷി ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ 2500 ഗ്രോ ബാഗുകൾ കൃഷി വകുപ്പ് വിതരണം ചെയ്തു. ചില തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിന് വലിയ പ്രാധാന്യവും കൊടുക്കുന്നുണ്ട്. മണ്ണാർക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ ഹരിത സമൃദ്ധി പദ്ധതി വലിയ വിജയം കണ്ടെന്ന് പ്രസിഡന്റ് P. പ്രവീൺ കുമാർ പറഞ്ഞു.
ഈ വർഷം അതിൻ്റെ പ്രോജക്റ്റ് വകയിരുത്തിക്കൊണ്ട് ഗ്രോ ബാഗുകളും അതുപോലെ തന്നെ സീഡ്ലിങ്സും ജൈവ പച്ചക്കറി വീടുകളിൽ വളർത്തുന്ന രൂപത്തിലേക്ക് ഉള്ള സ്കീമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ആത്മ പദ്ധതിയുടെ മോഡൽ പഞ്ചായത്തായ ഇവിടെ ജൈവ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരം സംവിധാനമായ ഇക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. കർഷകരുടെ തേൻ, കാപ്പി, വിവിധതരം അച്ചാറുകൾ തുടങ്ങി നാടൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ജൈവവളങ്ങളും ഇവിടെ കിട്ടും. കാർഷിക രംഗത്ത് കർമ്മസേന രൂപീകരിച്ച് ഇവരുടെ സേവനവും ഉറപ്പുവരുത്തുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.